പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. നാലാമത് ക്വാഡ് ഉച്ചകോടിക്ക് US വേദിയാകും. സെപ്റ്റംബർ 21 നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ക്വാഡ് ഉച്ചകോടി US-ലെ ഡെലവെയറിലായിരിക്കും നടക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യ പസഫിക് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തൽ, ആരോഗ്യ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഇന്ത്യയിലായിരുന്നു ഇക്കുറി ക്വാഡ് ഉച്ചകോടി നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ജോ ബൈഡന്റെ ജന്മനാടായ ഡെലവെയറിലേക്ക് മാറ്റുകയായിരുന്നു. ഭരണകാലാവധി അവസാനിക്കുന്ന കിഷിദയുടെയും ജോ ബൈഡന്റെയും അവസാന ക്വാഡ് ഉച്ചകോടിയാണിത്. 2025 ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്നാണ് സൂചന. സെപ്റ്റംബർ 22, 23 തീയതികളിലായി ന്യൂയോർക്കിൽ നടക്കുന്ന UN ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കുവൈറ്റിൽ ഗാർഹിക വിസ തൊഴിൽ വിസയിലേക്ക് മാറുന്ന കാലാവധി അവസാനിച്ചു. മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് പ്രവാസികളാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തിയത്. കുവൈറ്റിലെ തൊഴിൽ വിപണിയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം പരിഗണിച്ചാണ് ഗാർഹിക വിസ മാറുന്നതിനെ അനുവദിച്ചത്. ജൂലൈ 14 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ഗാർഹിക തൊഴിലാളികൾക്ക് ആനുകൂല്യം ലഭ്യമായത്. പൊതുമാപ്പ് കാലത്ത് നിരവധി വിദേശികൾ നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് തൊഴിൽ വിപണിയിൽ ഉണ്ടായ കുറവ് പരിഹരിക്കാനായിരുന്നു ഇത്തരമൊരു തീരുമാനം. ചുരുങ്ങിയത് 1 വർഷമെങ്കിലും നിലവിലെ തൊഴിലുടമയുടെ കൂടെ ജോലി പൂർത്തിയാക്കിയവർക്കായിരുന്നു സ്വകാര്യ മേഖലയിലേക്ക് മാറുന്നതിന് അനുമതി നൽകിയത്. കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികളിൽ 45% ഇന്ത്യക്കാരാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദേശീയ ആരോഗ്യ നയം അവതരിപ്പിച്ച് ഖത്തർ. മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യ സംവിധാനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2024-2030 വർഷത്തേക്കുള്ള ആരോഗ്യ നയമാണ് ഖത്തർ അവതരിപ്പിച്ചത്. ദോഹയിൽ നടന്ന ചടങ്ങിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽഥാനി ആരോഗ്യ നയം അവതരിപ്പിച്ചു. ഖത്തർ ദേശീയ വിഷൻ 2030ന്റെ ചുവടുപിടിച്ചാണ് പുതിയ ആരോഗ്യ പദ്ധതിയും ആവിഷ്കരിച്ചിരിക്കുന്നത്. മെഡിക്കൽ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സേവനങ്ങൾ വിപുലീകരിച്ചും പ്രത്യേക സേവനങ്ങൾ വർദ്ധിപ്പിച്ചും ആരോഗ്യ സംവിധാനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ആരോഗ്യതന്ത്രത്തിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ ആയുർദൈർഘ്യം 82.6 വർഷമായി വർദ്ധിപ്പിക്കുക, സാംക്രമികേതര രോഗങ്ങൾ കാരണമുള്ള മരണനിരക്ക് 36% കുറയ്ക്കുക എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ സാക്ഷാത്കരിക്കാനാണ് പുതിയ നയം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഉക്രൈൻ സമാധാന ചർച്ചകൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തോടനുബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. റഷ്യ-ഉക്രൈൻ സംഘർഷം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ഉക്രൈൻ സന്ദർശനത്തിന് ശേഷമാണ് ഡോവലിന്റെ റഷ്യൻ സന്ദർശനം. അടുത്ത മാസം നടക്കാൻ പോകുന്ന വാർഷിക ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി മോദി റഷ്യയിലെ കസാനിലെത്തും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബർ 22 മോദി പുടിൻ ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള സാധ്യതയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗ്ലോബൽ വില്ലേജിൽ പ്രവേശനത്തിന് VIP പാക്കേജുകൾ അവതരിപ്പിച്ചു. ഒക്ടോബർ 16 മുതലാണ് പുതിയ സീസൺ ആരംഭിക്കുന്നത്. മെഗാ ഗോൾഡ്, മെഗാ സിൽവർ എന്നിവയാണ് VIP പാക്കേജുകൾ. മെഗാ ഗോൾഡ് പാക്കേജിന് 4,745 ദിർഹവും മെഗാ സിൽവറിന് 3,245 ദിർഹവുമാണ് നിരക്ക്. ഡയമണ്ട് VIP പാക്കേജിന് 7,350 ദിർഹവും പ്ലാറ്റിനത്തിന് 3,100 ദിർഹവുമാണ് റേറ്റുകൾ. എമിറേറ്റ്സ് ഐഡിയുള്ള 18 വയസ്സ് പൂർത്തിയായ ആർക്കും VIP പാക്ക് വാങ്ങാം. മെഗാ VIP പാക്കേജ് എടുക്കുന്നവർക്ക് ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിലെ ഏത് തീം പാർക്കിലും പരിധിയില്ലാതെ പ്രവേശിക്കാം. റയൽ മാഡ്രിഡ് വേൾഡ്, മോഷൻ ഗേറ്റ്, ലെഗോലാൻഡ് എന്നിവിടങ്ങളിലേക്കും പ്രവേശനം ലഭിക്കും. മെഗാ VIP പാക്കേജുകളുടെ വിൽപ്പന 21 രാവിലെ 10 മുതൽ 24 രാവിലെ 9 മണി വരെ നടക്കും. സ്റ്റോക്ക് തീർന്നില്ലെങ്കിൽ വിൽപ്പന നീട്ടാനാണ് സാധ്യത. പ്രീ ബുക്കിംഗിന് 150 ദിർഹം നൽകണം. VIP പാക്കേജുകളുടെ പൊതുവിൽപ്പന 28 രാവിലെ 10 മണിക്ക് തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.